Hi friends, welcome to Homely AtoZ tips. നമുക്ക് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ നോക്കാം. നമ്മുടെ ഫാമിലിയിൽ പെട്ട ഒരു കുട്ടിയാണിത്. അവന് ഇങ്ങനെ ചെയ്യുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു കൗതുകം തോന്നി. അതിൻ്റെ മേലെടുത്തതാണ് ഈ വീഡിയോ. റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് അവൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാകുന്ന തരത്തിലാണ് അവൻ ഇതിൽ കാണിച്ചു തരുന്നത്. ഒന്ന് കണ്ടു നോക്കൂ. ആദ്യം ഇതിൻ്റെ എഡ്ജ് പീസുകളൊക്കെ വൈറ്റ് ആക്കുക. ഒരു വൈറ്റ് നമ്മൾ ആലോചിച്ചിട്ട് അതിൻ്റെ ഓപ്പോസിറ്റിൽ അതിൻ്റെ എഡ്ജ് പീസൊക്കെ വൈറ്റ് ആക്കുക. അതിൻ്റെ ശേഷം ഓരോ എഡ്ജ് പീസിൻ്റെ അതിൻ്റെ അടിയത്തെ കളർ മാച്ച് ചെയ്തിട്ട് വെള്ളൻ്റെ ഈ വൈറ്റിൻ്റെ സൈഡിൽ തന്നെ കൊണ്ടുപോവുക. ഇതേപോലെ ആക്കുക. അതിൻ്റെ ശേഷം ഇതിൻ്റെ 4 കോർണേഴ്സ് ശരിയാക്കാൻ ടോപ്പ് ലെയർത്തെ വൈറ്റുകൾ നോക്കി ആ വൈറ്റിൻ്റെ റൈറ്റ് സൈഡത്തെ കളറ് നോക്കിയിട്ട് ആ കളറ് ഇങ്ങനെ മാച്ചാക്കുക. മാച്ചാക്കിയതിൻ്റെ ശേഷം U' L' ഈക്വേഷൻ ചെയ്യുക. അതിൻ്റെ ശേഷം അതേപോലെ എല്ലാ കളേഴ്സും ആക്കുക. അതിൻ്റെ ശേഷം ഒരു ഇതിൻ്റെ ടോപ്പ് ലെയർത്തെ കളറിൽ കളറില്ലാത്ത എഡ്ജ് പീസുകൾ നോക്കുക. ഇതിൽ കളറില്ല, ഇതിലും കളറില്ല, ഇതിൽ കളറുണ്ട്. കളറില്ലാത്തൊരു എഡ്ജ് പീസ് എടുക്കുക. അത് എന്നിട്ട് ഇതേപോലെ മാച്ചാക്കുക. എന്നിട്ട് ഇത് ലെഫ്റ്റിൻ്റെ ഇക്വേഷനാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത്. ഞാൻ പറയണ പോലെ ആ ഇക്വേഷൻ ചെയ്യുക. U' L' ഈക്വേഷൻ ചെയ്തതിൻ്റെ ശേഷം നമ്മൾ നേരത്തെ വെള്ളൻ്റെ കോർണർ ശരിയാക്കുക പോലെ ശരിയാക്കുക. അതേപോലെ അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇവിടെ ആദ്യം ഒന്നുമില്ലായിരുന്നു. ഇവിടെ ഇപ്പോൾ നമുക്ക് ഈ എഡ്ജ് പീസ് ശരിയായി. അതേപോലെ എല്ലാ കളേഴ്സും ചെയ്യാം. അതേപോലെ എല്ലാ കളേഴ്സും ശരിയായി. എന്നിട്ട് ടോപ്പ് ലെയർ നോക്കുക. ടോപ്പ് ലെയറിൽ പല രീതിയിലും കിട്ടും. ലൈന് കിട്ടും, പ്ലസ് കിട്ടും. പ്ലസിൻ്റെ ഒപ്പം ചിലപ്പോൾ അതേപോലത്തെ ഒരു വേറെ കളർ ഇവിടെ കിട്ടും. പല രൂപത്തിലും കിട്ടും. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ ഷേപ്പാണ്. ഈ ഷേപ്പ് ഒന്ന് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് പോകുന്ന രീതിയിലും ഒന്ന് നമ്മളുടെ ഫ്രണ്ടിലേക്ക് പോകുന്ന രീതിയിലും പിടിക്കുക. എന്നിട്ട് സ്മോൾ f R U' സ്മോൾ f' ഈക്വേഷൻ ചെയ്യുക. അപ്പോൾ നമുക്ക് പ്ലസ്സും അതിൻ്റെ ഒപ്പം വേറെ 2 കളർ കിട്ടും. ഇപ്പം നമുക്ക് 2 കോർണേഴ്സ് ഉണ്ട്. ആ കോർണേഴ്സ് ഞാൻ പറഞ്ഞ ഈ ഇക്വേഷൻ ഒന്ന് ലെഫ്റ്റിലേക്ക് പിടിച്ച് കണ്ട് ഞാൻ പറഞ്ഞ ഇക്വേഷൻ ചെയ്യുക. R' U to R'.
ഈക്വേഷൻ ചെയ്ത് കഴിയുമ്പോൾ ഈക്വേഷൻ 3 പ്രാവശ്യം ചെയ്യും. അപ്പോഴേക്കും ഇവിടെ ശരിയായി കഴിയും. ഈ വരുമ്പോൾ ഇവിടെ 2 സൈഡിലും ഈ കളറില്ലാത്ത രീതിയിൽ പിടിച്ചിട്ട് സെയിം ഇക്വേഷൻ ഇപ്പം നമുക്ക് ഇങ്ങനെ കിട്ടി. ഒന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്ന രീതിയിൽ പിടിച്ചിട്ട് സെയിം ഇക്വേഷൻ. വീണ്ടും ഇങ്ങനെ തന്നെ കിട്ടിയ ഒന്നും കൂടിയും ചെയ്യാം. ഇപ്പോൾ നേരെ ക്ലിയറായി. ഇനി ഈ ലെയർ നോക്കുക. ഈ ലെയറിൽ ഹെഡ്ലൈറ്റ് ചിലപ്പോൾ കിട്ടും. ഹെഡ്ലൈറ്റ് എന്ന് വെച്ചാൽ ഈ കളറും ഈ കളറും ഒന്നാകുന്നതാണ് ഹെഡ്ലൈറ്റ്. ഇത് ഹെഡ്ലൈറ്റ് അല്ല, ഇതും ഹെഡ്ലൈറ്റ് അല്ല, ഇതും ഹെഡ്ലൈറ്റ് അല്ല. ഇവിടെ ഒരു ഹെഡ്ലൈറ്റ് കിട്ടിയിരിക്കുന്നു. ഹെഡ്ലൈറ്റ് കിട്ടാത്ത സന്ദർഭത്തിൽ നമ്മൾ ഒരു ഹെഡ്ലൈറ്റ് ഉണ്ട് വിചാരിച്ചിട്ട് ഈ ഇക്വേഷൻ ചെയ്യുക. ഇപ്പം നമുക്ക് ഹെഡ്ലൈറ്റ് ഉണ്ട്. ഇനി ഈ ഹെഡ്ലൈറ്റ് ഉള്ള ഭാഗം നമ്മൾ ഓപ്പോസിറ്റിൽ പിടിച്ചുകൊണ്ട് ഈ ഇക്വേഷൻ ചെയ്യുക. R' F R' B2 R F' R' B2 R2. ഇപ്പോൾ ഹെഡ്ലൈറ്റ് കിട്ടും. ഇപ്പം നമുക്ക് 3 ഹെഡ്ലൈറ്റാണ് കിട്ടിയിരിക്കണം, ഒരു ബാറും. ചിലപ്പോൾ 4 ഹെഡ്ലൈറ്റ് കിട്ടും. ഒരു ഹെഡ്ലൈറ്റ് ഇതേപോലെ മാച്ച് ആക്കിയതിൻ്റെ ശേഷം ഞാൻ ഈ പറഞ്ഞ ഇക്വേഷൻ ചെയ്യുക. ഇപ്പം നമുക്കൊരു ബാറുണ്ട്. ഈ ബാറിൻ്റെ ഓപ്പോസിറ്റ് പിടിച്ചിട്ട് ഈ ഞാൻ പറഞ്ഞ ഇക്വേഷൻ ചെയ്യുക. R U' R U R U R U' R' U' R2. ഇപ്പോൾ ഇത് ക്ലിയറായി.